ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെറിയൊരു കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞുകൂടാ, എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ പയറുപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പയറുപ്പേരിയിൽ തേങ്ങയൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് പയറ് വേവിച്ചിട്ട് പയറുപ്പേരിയിൽ തേങ്ങ ഇട്ടിട്ട് ഉപ്പേരിയാക്കിയിട്ട് ആ പാത്രത്തിലേക്ക് എടുത്ത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് അടുപ്പത്ത് പരിപ്പും മത്തനും കൂടെ എലിശ്ശേരി കണക്കെ ആക്കാനാണ് കേട്ടോ പരിപാടി. അപ്പം തേങ്ങയ്ക്ക് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഗ്യാസ് പോയപ്പം കുക്കർ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞത് വേവിക്കാൻ ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്ത് വെക്കണം കേട്ടോ. ഉപ്പ് കുറവായിരുന്നേ, അതുകൊണ്ട് ഉപ്പ് ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തേ. തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് അരപ്പ് ചേർക്കണം കേട്ടോ. അരപ്പ് ചേർക്കണേ. അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ടാകുമ്പത്തേനും അതൊന്ന് തിളക്കട്ടെ. അപ്പക്കേക്കിനും നമുക്ക് തേങ്ങ ചിരണ്ടണം കേട്ടോ. തേങ്ങ അതിൽ എലിശ്ശേരിയിൽ നമ്മൾ തേങ്ങ വറുത്തിടൂലേ, അതേപോലെ വറുത്തിടാനാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ചിരണ്ടുന്നുണ്ടേ. കുറച്ച് മതി കേട്ടോ, കുറച്ച് തേങ്ങ വറുക്കുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളേ. അപ്പം കടുകും കരിയാമ്പലയും പൊട്ടിക്കുന്ന സമയത്ത് നമ്മൾ തേങ്ങയും കൂടെ എടുത്തിട്ടിട്ട് വറുക്കും കേട്ടോ. എന്നിട്ട് അത് എലിശ്ശേരിയിലേക്ക് പോരുകയാണ് കേട്ടോ ചെയ്യുക. എലിശ്ശേരി പോലെ തന്നെ ഞാനിങ്ങനെ കുറുക്കി ചാറധികം ഇല്ലാതെ അങ്ങനെ ആക്കിയതാണ് കേട്ടോ. പിന്നെ ഓരോ സ്ഥലത്ത് കൂട്ടുകറി എന്നൊക്കെ പറയും, ഓരോ സ്ഥലത്ത് എലിശ്ശേരി പറയും. ഓരോ സ്ഥലത്തേക്ക് വ്യത്യാസമാണ് കേട്ടോ. എണ്ണ കുറച്ചും കൂടെ വേണ്ടി വന്നിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഉണ്ടായിരുന്നില്ലേ, അപ്പം അത് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ടായിരുന്നേ, അത് ഞാൻ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. എരിവ് കുറച്ച് വേണം, അതുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അത് ഇല്ലെങ്കിലും നല്ല രസമാണ് കേട്ടോ എലിശ്ശേരി. അപ്പം ഉപ്പേരിയായി, എലിശ്ശേരി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് മാറ്റിയിട്ടോ. തേങ്ങ വറുത്തും കൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് മാറ്റിയിട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി കണ്ടോ, പയറുപ്പേരി, ഇങ്ങനെ എലിശ്ശേരി മത്തനും പരിപ്പും എലിശ്ശേരി കേട്ടോ. അത് ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നേ, അതാണത്. ഇന്ന് മത്തി കിട്ടിയായിരുന്നു കേട്ടോ. അത് ഞാൻ വെച്ചു, അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. പീര വറ്റിച്ചതാണ്. ഓക്കേ, ബായ്.